സ്നേഹത്തിന് വല്ലാത്ത ഒരു മാസ്മരിക ഭാവമുണ്ട്. അത് മനുഷ്യൻ്റെ അകലം, ദൂരം, ഭാവങ്ങളുടെ വ്യത്യാസം, വ്യത്യസ്തതയുടെ വൈവിധ്യങ്ങളുടെ തലങ്ങൾ ഒക്കെയും മാറ്റിമറിക്കും. ആ ഇഷ്ടക്കൂട്ടങ്ങളുടെ സ്നേഹത്തണലിൽ എല്ലാ മനുഷ്യർക്കും അവരുടെ സ്വാഭാവികമായ ഒരു സ്വത്വമായി മാറാൻ കഴിയും. ഞാൻ ലുലുവിൻ്റെ വളരെ സീനിയർ സ്റ്റാഫുമാരിൽ ഒരാളായ സലീം മാഹി എന്ന ഒരു മനുഷ്യനിലൂടെയാണ് സഹീറിനെയും ഷാനവാസിനെയും അടക്കമുള്ള മാഹിയിലെ ഒരു സൗഹൃദ സംഘത്തിൽ ചെന്നെത്തുന്നത്. സ്വാഭാവികമായി ആ സംഘത്തിലൂടെ അവരുടെ സുഹൃത്തുക്കൾ എൻ്റെയും സുഹൃത്തുക്കളായി മാറി. എൻ്റെ സുഹൃത്തുക്കൾ അവരോടൊപ്പവും ചേരുന്നത് സ്വാഭാവികമാണ്. എപ്പോൾ ദുബൈയിലേക്ക് യാത്ര ചെയ്താലും കുറച്ച് സമയമെങ്കിലും ഒരുമിച്ച് ചിലവഴിക്കാതെ ഞാൻ മടങ്ങി വന്നിട്ടേയില്ല. 1-2 തവണ മാഹിയിലേക്ക് അവരുടെ സൗഹൃദ സ്നേഹത്തണലിലായി യാത്ര ചെയ്യുകയും ചെയ്തു. അപ്പോഴൊക്കെയും ക്ഷണിക്കാറുണ്ടായിരുന്നു എൻ്റെ നാട്ടിലേക്ക് അവരെയും. ഒടുവിൽ കഴിഞ്ഞ ദിവസം അവർ മൂവരും ഇങ്ങ് കൊല്ലത്തെത്തി. സന്തോഷപൂർവ്വം ഹോട്ടലിലും ചുറ്റുപാടുകളിലൊക്കെയായി സമയം ചെലവഴിച്ചു. എന്താണ് കണ്ടത് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്താണ് ഇവിടെ കാണാനുള്ളത് എന്ന് അന്വേഷിക്കും. കാണാനുള്ളത് പരസ്പരം അറിയുന്ന ഹൃദയത്തിൻ്റെ സ്നേഹസ്പന്ദനങ്ങളാണ്. അതിലെ തമാശകളാണ്, അതിൻ്റെ ചേർന്ന് നിൽക്കലുകളാണ്, അതിൻ്റെ മനോഹാരിത ഒന്ന് വേറെയാണ്. മനസ്സുമായി തുല്യപ്പെടുന്നതിനോളം ഇനി എത്ര പണം പെരുപ്പിച്ചാലും സാമ്രാജ്യം കെട്ടിപ്പടുത്താലും ഒന്നും സാധ്യമാവുകയില്ല തന്നെ. കാരണം ആ നിമിഷങ്ങൾ വളരെ ഭംഗിയുള്ളതാണ്. ഈ വെറുപ്പും വിദ്വേഷവും വികലമായ ചിന്തകളും ആർത്തിയും വെപ്രാളവുമൊക്കെയായി ഓടുന്ന മനുഷ്യർക്കിടയിൽ സ്വാഭാവികമായി പുഞ്ചിരിച്ചങ്ങനെ ആ നിമിഷങ്ങൾ ചിലവഴിക്കാനാകുന്നതൊരു ഭംഗിയാണ്. എല്ലാം പറയുന്നതുകൊണ്ട് ആ സ്നേഹത്തെക്കുറിച്ചും ആ നിമിഷങ്ങളെക്കുറിച്ചു കൂടി നിങ്ങളുമായി പങ്കുവെക്കുന്നു. അത്രയേ ഉള്ളൂ. അത്തരം ഭംഗിയുള്ള നിമിഷങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവട്ടെ. അത് ആഗ്രഹമാണ്, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് അവസാനിക്കാതെ നിലനിൽക്കണേ എന്നുള്ള ഉറച്ച പ്രാർത്ഥനയും ആ പാരസ്പരികതയും നിലനിന്നാൽ ബാക്കി എല്ലാ കുറവുകളും വേദനകളും വിഷമങ്ങളുമൊക്കെ നമ്മളിൽ നിന്ന് വല്ലാതെ മാഞ്ഞു പോകും, കുറേ നേരത്തേക്കെങ്കിലും. അങ്ങനെയല്ലേ മനുഷ്യജീവിതം സാധ്യമാകും.